ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിനകത്തെ ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിങ്ങിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ സീരീസ് നമ്മൾ ഈ ഒരു ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ട്, അതായത് ആദ്യത്തെ ക്ലാസ് എന്ന രീതിയിലായിരിക്കും ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ബേസ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബേസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ക്രിയേഷനും അതേപോലെ തന്നെ ക്രിയേറ്റർ സ്റ്റുഡിയോയ്ക്കകത്ത് നമുക്ക് എങ്ങനെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ക്ലാസ് 1 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഥവാ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ്, നമ്മളിപ്പോൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ആണ്. ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിനകത്തോടെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഉപകാരപ്പെടും. അതല്ലാതെ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം മറ്റൊരു കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ചെറിയൊരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ, നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു വീഡിയോ സീരീസ് ഫുള്ള് കണ്ടു തീർക്കുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടു തീർത്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് അതിനകത്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി വേണം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യാം. അവരുടെ ആഡ്സും കാര്യങ്ങളും ലീഡ്സൊക്കെ ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മറ്റ് ബ്രാൻഡുകളെ അപ്രോച്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. സോ അതിലൂടെ നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ജോബ് എന്ന രീതിയിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വയം കഴിവോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ്ങോ, അതല്ലെങ്കിൽ പടം വരയ്ക്കാനുള്ള എന്തെങ്കിലും കഴിവോ, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, നിങ്ങൾക്കൊരു സ്കില്ലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സ്കില്ല് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് നിങ്ങൾക്കൊരു സർവീസായിട്ട്, സ്വന്തം സർവീസായിട്ട് നിങ്ങൾക്ക് റൺ ചെയ്ത് പോകാൻ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. സോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രോ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സീരീസ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഫസ്റ്റ് പറയാനുള്ളൊരു കാര്യം, നമ്മൾ യാതൊരു വിധത്തിൽ ഉഡായിപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓർഗാനിക് ഗ്രോത്ത് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ കുറച്ച് ടൈമും വേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ടും കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ക്രിയേഷൻ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇൻഡിവിജ്വൽ പ്രൊഫൈലായിട്ടായിരിക്കും ക്രിയേറ്റ് ആവുന്നത്. അഥവാ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിൽ ഇപ്പോൾ ഓൾറെഡി പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ പ്രൊഫൈലായിരിക്കും. അപ്പോൾ നമുക്ക് നോർമൽ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ബിസിനസ് അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് അക്കൗണ്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ത്രീ ലൈൻസ് കാണാൻ സാധിക്കും ടോപ്പ് റൈറ്റ് കോർണറിൽ. സോ ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ആകും. സോ ആ സെറ്റിങ്സിൻ്റെ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ നമുക്ക് ബോട്ടം ഭാഗത്തായിട്ട് സ്വിച്ച് ടു ബിസിനസ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ടാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ക്രിയേറ്റർ പ്രൊഫൈലിലോ അല്ലെങ്കിൽ ബിസിനസ് പ്രൊഫൈലിലോ അക്കൗണ്ട് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയെങ്കിൽ പ്രൊഫൈൽ അങ്ങനെ സ്വിച്ച് ചെയ്യണം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ക്രിയേറ്റർ പ്രൊഫൈലിൽ സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ, ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി നിങ്ങളിൽ എന്തെങ്കിലും സ്കില്ലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനോ, കോമൺ ആയിട്ടും ക്രിയേറ്റർ പ്രൊഫൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ക്രിയേറ്റർ അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ക്രിയേറ്റേഴ്സ്, കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ്, കോച്ച്, ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും കോമൺ ആയിട്ടും ക്രിയേറ്റർ പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസൈറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിടുന്ന ഓരോ പോസ്റ്റും കാര്യങ്ങളും എത്ര പേരെ ഒരു ദിവസം റീച്ച് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഏത് ഡേയിലാണ് നമുക്ക് കൂടുതൽ ആൾക്കാർ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തത്, ഏത് ടൈമിലാണ് നമ്മൾ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യേണ്ടത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റ് നമുക്ക് വേണം. സോ അതുകൊണ്ട് നമുക്ക് ഇൻസൈറ്റ് അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് പ്രൊഫൈൽ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ബിസിനസ് പ്രൊഫൈലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഫൈൽ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെറ്റ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ പ്രൊഫഷണലി സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെയും ആ ഒരു നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റിയെ പെട്ടെന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫൈൽ നമ്മളെപ്പോഴും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. സോ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു നെയിമാണ് നമ്മുടെ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. സോ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിനകത്ത് നിങ്ങളുടെ കമ്പനിയുടെ നെയിം കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ നെയിം ABC കമ്പനിയാണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു നെയിം കറക്റ്റായിട്ട് ചിലപ്പോൾ ആ ഒരു നെയിം കിട്ടണമെന്നില്ല. സോ ഇൻസ്റ്റാഗ്രാം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു നെയിം കിട്ടണമെന്നില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു നെയിം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ചെയ്യുന്നത്, കോമൺ ആയിട്ട് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. നമുക്ക് അപ്പോൾ ആ ഒരു നെയിമിൻ്റെ കൂട്ടത്തിൽ 1 2 3 4 5 അതല്ലെങ്കിൽ 0 0 0 സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യും, കുറേ ക്യാരക്ടേഴ്സ് അതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രസ്റ്റ് അവിടെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ആ ഒരു പ്രൊഫൈൽ ഒരു യൂസർ വിസിറ്റ് ചെയ്യുമ്പോൾ
അവർക്ക് ആ ഒരു ബ്രാൻഡിൻ്റെ മേലൊരു ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ നമ്പേഴ്സൊക്കെ ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്പാമി ആയിട്ട് തോന്നും. സോ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അതിന് പകരം നമുക്ക് ആ ഒരു നെയിം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അണ്ടർസ്കോർ പോലെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ABC കമ്പനി അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ത്യ എന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ഥലം ട്രിവാൻഡ്രം എന്നോ അല്ലെങ്കിൽ ഇടുക്കി എന്നോ അതല്ലെങ്കിൽ ഓരോ സ്ഥലത്തിൻ്റെ പേരോ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് വരുന്നത് പ്രൊഫൈൽ പിക്ചറാണ്. പ്രൊഫൈൽ പിക്ചറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, നിങ്ങളൊരു ഇൻഫ്ലുവൻസർ അങ്ങനെ ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ തന്നെ അവിടെ പ്ലേസ് ചെയ്യാം. സോ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഫോട്ടോ പ്ലേസ് ചെയ്യുമ്പം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു 1-2 കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോട്ടോ നല്ല ക്ലാരിറ്റി ഉള്ളത്, നിങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് കാണുന്ന രീതിയിലുള്ള ഫോട്ടോ വേണം പ്ലേസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, നോയ്സ് മീൻസ് പുറകിൽ ബാക്കി അലങ്കോലപ്പെട്ട് കിടക്കാതെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ട്, നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ആണെങ്കിൽ നിങ്ങൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു തീം കളർ കാണും. സോ ആ ഒരു തീം കളർ യൂസ് ചെയ്തിട്ട് ഒറ്റ കളർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ നിങ്ങൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഒറ്റ കളർ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ എൻ്റെ ഒരു സജഷനാണത്. അതുപോലെ നിങ്ങൾ ബ്രാൻഡ് ആണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ലോഗോ നിങ്ങൾക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് നെയിമാണ്. അപ്പോൾ നെയിം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരുന്നത് നമുക്ക് ആ ഒരു കറക്റ്റ് നെയിം കിട്ടണമെന്നില്ല. സോ അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഫൈലിൻ്റെ ആ ഒരു നെയിമിൻ്റെ ആ ഒരു ഹാൻഡിൽ, ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൻ്റെ നെയിമിൻ്റെ അവിടെ നമ്മൾ 1 2 3 എന്നോ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോൾ അതല്ല അണ്ടർസ്കോർ ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ. സോ അങ്ങനെ നിങ്ങൾ ആ ഒരു നെയിം മാറ്റിയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നെയിമിനെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് നെയിമിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു നെയിം ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു നെയിമിൻ്റെ ഭാഗത്ത് തന്നെ നിങ്ങൾ ഏത് പ്രൊഫഷൻ ആണോ ചെയ്യുന്നത് അതിൻ്റെ നെയിമും കൂടി ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ചിലവരിവിടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതുപോലെ IG ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെർച്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പേര് ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പം ആ കൂട്ടത്തിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക് ആഡ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സെർച്ച് ചെയ്യുമ്പം സെർച്ചിൽ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാൻ സാധിക്കും. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, ബ്രാൻഡ് ആണെങ്കിൽ അതങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അടുത്തത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ ഇപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ബിസിനസ് പ്രൊഫൈലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഏതാണോ സെക്ടർ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ വരുന്നത് ബയോയിലേക്കാണ്. അപ്പോൾ ബയോ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ചേർക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ ബ്രാൻഡിനെ പറ്റി ടൈപ്പ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർവീസിനെ പറ്റി ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എന്താണോ നിങ്ങളത് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സർവീസ് എന്താണോ അത് നിങ്ങൾ ബയോയിൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ ബയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ കുറേ ഫോണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾ ഫോണ്ടൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സജഷനാണ് ഫോണ്ട് ആഡ് ചെയ്യാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കൂടുതൽ ബെറ്റർ. കൂടുതൽ ഫോണ്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഫോണ്ടൊന്നും ആഡ് ചെയ്യാതെ അതിൽ നോർമൽ ഫോണ്ടിൽ നിങ്ങളുടെ ബയോ വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ ബയോയുടെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ബയോയുടെ ആഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ബയോയിൽ ലിങ്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ബയോ ലിങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരുപാട് പേര് ചെയ്യുന്നതും ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് ആ ഒരു ബയോയിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഇനിയൊരു പ്രോഡക്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഇൻ ദ ബയോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ സാധിക്കും. അതേപോലെ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വെബ്സൈറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബയോയിലെ ലിങ്കിൻ്റെ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പൊതുവേ അങ്ങനെ ലിങ്കും കാര്യങ്ങളൊന്നും ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബയോ യൂസ് ചെയ്യാം. ബയോയിലെ ആ ഒരു ലിങ്കിൻ്റെ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി അതിൻ്റെ താഴെ വരുന്നതാണ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഹൈലൈറ്റ്സ് നമുക്കിനി വരും വീഡിയോകളിൽ നോക്കാം. ഹൈലൈറ്റ്സിനെ പറ്റി കുറച്ച് പറയാനുണ്ട്. അപ്പം ഹൈലൈറ്റ്സ് നമുക്ക് വരും വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഗ്രിഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രിഡ് വ്യൂവിൽ നമുക്ക് ഇതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത പോസ്റ്റ് വരുന്നത്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പം നമുക്ക് ഇതുപോലെ ഗ്രിഡ് വ്യൂ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കണ്ടൻറ്റിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂം ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സൂമിനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് നല്ലൊരു അടിപൊളി ഫീച്ചറാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കുറേ കണ്ടൻറ്റ് ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അടിപൊളി ഫീച്ചർ വരുന്നതാണ് നമ്മുടെ ഗ്രിഡ് വ്യൂ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്തായിട്ട് ഹോമിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഹോം ഐക്കണിനകത്ത് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പോസ്റ്റ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീഡിനകത്ത് വരുന്ന ഇതുവഴിയാണ് നമ്മുടെ ഫീഡ് പോസ്റ്റൊക്കെ വരുന്നത്. ഇനി അതിൻ്റെ അടുത്ത് വരുന്ന ആ ഒരു മാഗ്നിഫൈങ് ഗ്ലാസിൻ്റെ ആ ഒരു ഐക്കൺ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പൊതുവേ ഹാഷ്ടാഗ് യൂസ് ചെയ്തുകൊണ്ടാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഹാഷ്ടാഗിനെ പറ്റി നമ്മൾ വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഹാഷ്ടാഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഓരോ പോസ്റ്റിന് എങ്ങനെ നല്ല ഹാഷ്ടാഗ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ റീൽസിൻ്റെ ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീൽസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് നമ്മുടെ ലൈക്കിൻ്റെ സിമ്പിൾ. അപ്പോൾ ഈ ഒരു ലൈക്കിൻ്റെ സിമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഷോ ആകുന്നത്.
അപ്പോൾ നോട്ടിഫിക്കേഷനും അതേപോലെ ലൈക്കും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് റീൽസും കാര്യങ്ങളും അതേപോലെ പോസ്റ്റുകൾ സ്റ്റോറികളൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോസ്റ്റുകളൊക്കെ പ്ലേസ് ചെയ്യുന്നത്. ലെങ്ത് ഉള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് IGTV എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് ലെങ്ത് ഉള്ള വീഡിയോസും ഷോർട്ട് വീഡിയോസ് റീൽസ് എന്ന കാറ്റഗറിയിലുമായിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ IGTVയിൽ നമുക്ക് മോണറ്റൈസേഷൻ എനേബിൾ ആണെന്ന് ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ IGTVയിലുള്ള വീഡിയോസ് വൈറലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ മോണറ്റൈസേഷൻ നമുക്ക് എനേബിൾ ആക്കി എടുക്കാനും പേയ്മെൻറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആ ഒരു അത്യാവശ്യം ഒരു പേജ് വൈറലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IGTV പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമുക്കൊരു പോസ്റ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് ക്യാപ്ഷൻ റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനകത്ത് എല്ലാവർക്കും ഉള്ള പൊതുവേ ഉള്ളൊരു ഡൗട്ടാണ്, അതുപോലെ തന്നെ പൊതുവേ ചെയ്യുന്ന മിസ്റ്റേക്കുമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആൾക്കാരെന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്ഷൻ എഴുതുന്ന കൂട്ടത്തിൽ ആ ഒരു ഹാഷ്ടാഗ്സും കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്യാപ്ഷൻ എഴുതുമ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്യാപ്ഷൻ എന്താണോ അത് ഫസ്റ്റ് നിങ്ങൾ എഴുതുക. അതിനുശേഷം അതിന് താഴെയായിട്ട് ഹാഷ്ടാഗ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ കൂട്ടിക്കലർത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ സ്പാമി ആയിട്ട് തോന്നും. അതേപോലെ തന്നെ അത് കുറച്ചും കൂടി അത് റീച്ച് ആകാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ ഹാഷ്ടാഗ് നിങ്ങൾ താഴത്തായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുമല്ലാതെ ഹാഷ്ടാഗ് മാത്രം ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ട്സും ഉണ്ട്. അത് നല്ല റീച്ചൊക്കെ പോകുന്നുണ്ട്. ബട്ട് എങ്കിലും നിങ്ങൾ ക്യാപ്ഷൻ റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപ്ഷന് താഴെയായിട്ട് ഹാഷ്ടാഗ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതേപോലെ തന്നെ ഹാഷ്ടാഗ് കമൻസിനകത്ത് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നല്ല റീച്ച് ആകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും സെയിം എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് ഞാനതിനോട് യോജിക്കുന്നില്ല. നിങ്ങൾക്ക് ഹാഷ്ടാഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്യാപ്ഷന് താഴെയായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഫോട്ടോസിനകത്ത് നിങ്ങൾ ആരുടെയെങ്കിലും വേറെ ഫോട്ടോസ് ഇനി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ടാഗ് പീപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ആൾക്കാരെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ ഇടാനായിട്ട് സാധിക്കും. തൊട്ട് താഴെ നമുക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് സെയിം പോസ്റ്റ് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ എനേബിൾ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇടുന്ന പോസ്റ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് ഫേസ്ബുക്കിലേക്കും ട്വിറ്ററിലേക്കൊക്കെ പോസ്റ്റ് ആകാനുള്ള ഓപ്ഷനും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻസ്റ്റാഗ്രാമിനകത്ത് എങ്ങനെ നമുക്ക് പോസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് ഒരു ടൈം വെച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അതല്ലാതെ നമുക്ക് പോസ്റ്റുകൾ നമുക്ക് ഫേസ്ബുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ക്രിയേറ്റർ സ്റ്റുഡിയോ ഞാനിവിടെ ഹോം പേജിൽ ആഡ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ക്രിയേറ്റർ സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് സ്മാർട്ട് ഫോണിൽ നമുക്ക് ചെയ്യാം. പക്ഷേ സ്മാർട്ട് ഫോണിൽ സ്ക്രീൻ സൈസ് കുറവായതുകൊണ്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോയ്ക്കകത്ത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട് നമുക്ക് ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാം ഫീഡ് എന്നും IGTV എന്നും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ IGTV എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഫീഡ് ആണെങ്കിൽ അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫീഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നിലധികം അക്കൗണ്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട്സ് എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അക്കൗണ്ട്സിനകത്ത് നമ്മൾ ഏത് അക്കൗണ്ടിലാണോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ക്യാപ്ഷൻ റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കണ്ടൻറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടൻറ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടൻറ്റ് ചുമ്മാ ജസ്റ്റ് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നത് പോലെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കണ്ടൻറ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ താഴെയായിട്ട് ബോട്ടം കോർണറിലായിട്ട് നമുക്കിവിടെ പബ്ലിഷ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് തൊട്ട് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ആരോ മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കെഡ്യൂളിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. സ്കെഡ്യൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ കലണ്ടറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന ആ ഒരു ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ അമേരിക്ക എന്ന് പറഞ്ഞിട്ടാണ് ടൈമിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഓപ്ഷൻ ഇന്ത്യൻ ടൈമിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പാടായിരിക്കും. ഞാൻ അത് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെനിക്ക് യൂസ്ഫുൾ ആയിരിക്കും, വീഡിയോ കാണുന്ന ആൾക്കാർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ടൈം ജസ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്യാം. ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഫസ്റ്റ് അങ്ങനെയാണ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടാണ് ടൈം സെറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ടൈം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രയൽ ചെയ്ത് നോക്കുക. ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഡെയിലി നിങ്ങൾ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ടൈമും കൂടി നോക്കി പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് നമ്മളിന്ന് പറഞ്ഞത്. നമ്മൾ നോക്കിയത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളൊരു ബ്രാൻഡാണ്, നിങ്ങൾക്ക് ഡെയിലി കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് അതിനുള്ള ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത്. അപ്പോൾ അതിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. പക്ഷേ ചെറിയ പേയ്മെൻറ്റ് ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട്
നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് ഫീസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്ന കാര്യങ്ങൾക്ക് മാത്രം ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക.